എല്ലാവർക്കും നമസ്കാരം. മുമ്പ് സംസാരിച്ചവർ പറഞ്ഞതുപോലെ സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒരു അന്തരീക്ഷം മലയാള സിനിമയിലേക്ക് അതെന്നും നിലനിന്നതാണ്. അത് നഷ്ടപ്പെട്ടു പോയ ചുരുക്കം സന്ദർഭങ്ങളേ ഉള്ളൂ. പക്ഷെ മുമ്പോട്ടുള്ള യാത്രയിൽ അത് വളരെ ദൃഢമായിട്ട് മുമ്പോട്ട് പോകണം എന്നുള്ള ഉറച്ച ബോധ്യത്തിന്മേൽ ഇങ്ങനെയൊരു കൂട്ടായ്മയും ഓണത്തിൻ്റെ സന്ദേശവും കൂടി എല്ലാവരിലേക്കും എത്തിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത കേരള ഫിലിം ചേംബറിൻ്റെ പുതിയ നേതൃത്വത്തിനോട്, വിശിഷ്യ പ്രസിഡന്റ് ശ്രീ അനിൽ തോമസിനോട് ഞങ്ങൾക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു, സ്നേഹം രേഖപ്പെടുത്തുന്നു. ഞങ്ങളുടെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഞങ്ങൾ ആയിരിക്കാം മലയാള സിനിമയിൽ ഇപ്പോൾ ഇത്രയും സംഘടനകളിലൂടെ വന്നതിൽ ഉള്ള ഏക ട്രേഡ് യൂണിയൻ എന്ന് പറയുന്നത്. ഞങ്ങൾ തൊഴിലാളി സംഘടനയാണ്. ഒരുപക്ഷെ ഏറ്റവും അംഗബലമുള്ളത് ഞങ്ങൾക്കായിരിക്കാം. കാരണം അടിസ്ഥാനങ്ങളുടെ തൊഴിലാളികൾ മുഴുവനും ഞങ്ങളുടെ കൂടെയാണ്. ഇപ്പോൾ ഏതാണ്ട് 10,000-ൽ പരം തൊഴിലാളികളുണ്ട് ഫെഫ്റ്റയിൽ. അതിൽ 2000 പേര് ടെലിവിഷൻ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണ്. 21 യൂണിയനുകളുണ്ട്. 21 ക്രാഫ്റ്റിനെ പ്രതിനിധീകരിക്കുന്ന 21 സിനിമയിലെ സാങ്കേതിക വിഭാഗത്തിലെ ഓരോ ക്രാഫ്റ്റിനെയും പ്രതിനിധീകരിക്കുന്ന ഒരു യൂണിയൻ എന്ന മട്ടിലാണ് ഫെഫ്ക വിഭാവന ചെയ്തിട്ടുള്ളത്. ഇത് കൂടാതെ ഇപ്പോൾ നിലവിൽ 2 തൊഴിൽ മേഖലയുടെ പ്രതിനിധികൾ കൂടി അവരുടെ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിക്കൊണ്ട് ഫെഫ്കയിലേക്ക് അഫിലിയേറ്റ് ചെയ്യണമെന്ന അഭ്യർത്ഥനയായിട്ട് വന്നിട്ടുണ്ട്. അത് ഏതാണെന്നുള്ളത് ഒരു ട്രേഡ് സീക്രട്ട് ആയതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല. 2 പുതിയ വിഭാഗങ്ങൾ കൂടി ഫിഫ്റ്റയിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് പറയാനുള്ളത്, എന്നും നമ്മൾ പ്രശ്നങ്ങൾ സിനിമയിലുണ്ടാവും, വിയോജിപ്പുകൾ ഉണ്ടാവും. പക്ഷെ അതൊന്നും സൗഹൃദത്തെ ബാധിക്കേണ്ട കാര്യമില്ല. അടിസ്ഥാനരഹിതമായിട്ടുള്ള വ്യക്തിപരമായ ആരോപണങ്ങളിൽ ചെന്നെത്തേണ്ട കാര്യമില്ല. പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കുക, ജനാധിപത്യപരമായ രീതിയിൽ പറയാനുള്ളത് പറയുക, കേൾക്കാനുള്ളത് കേൾക്കുക. നമ്മൾ ഒരു സൊല്യൂഷനിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ കൈകൊടുത്ത് കെട്ടിപ്പിടിച്ച് പിരിയുക എന്നുള്ളതാണ്. അതിന് അത്തരത്തിലല്ലാത്ത ചില നിർഭാഗ്യകരമായ സംഭവങ്ങൾ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഇനി മലയാള സിനിമയുടെ അന്തരീക്ഷത്തെ മലിനസമാക്കുന്ന വിധം ഉണ്ടാകില്ല എന്നൊരു ഉറപ്പ് ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നുണ്ട്. അതിന് ഞങ്ങൾ നിങ്ങളോട് ഞങ്ങളുടെ സ്നേഹവും നന്ദിയും പറയുന്നു. തൊഴിൽദാതാക്കൾക്ക്, ഞങ്ങളുടെ തൊഴിൽദാതാക്കളായ നിർമ്മാതാക്കൾക്ക് ബുദ്ധിമുട്ട് വരുന്ന ഒരു നിലപാടും ഫിഫ്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവില്ല എന്ന് ഞങ്ങൾ ഒരിക്കലും. ഇന്നലെ ഫെഫ്ക ഒരുക്കിയ ഉച്ച ഭക്ഷണ വിരുന്നിൽ പങ്കെടുത്ത നിർമ്മാതാക്കളോട് നമ്മൾ നേരിട്ട് പറഞ്ഞതാണ്. ഇതിനു മുമ്പ് സംസാരിപ്പിച്ച